തേങ്ങാവെള്ളം ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് വേര് പിടിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് തീരുമാനിച്ചു. തേങ്ങാവെള്ളത്തിൽ അതായത് ഡൈല്യൂട്ട് ചെയ്യാതെ ചെടിയുടെ കമ്പ് 4-5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനോ മുക്കി വെച്ചിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന അതല്ല, കാരണം കമ്പുകളൊക്കെ നട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ രണ്ടാമത്തെ വഴിയാണ് പരീക്ഷിക്കുന്നത്. വിൻകാ റോസിയ ചെടികൾ കുറേ കമ്പുകൾ കുറച്ച് മുമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അത് ആ പൂവിൻ്റെ മണം കാരണം ഈ മുളക് തൈകളുടെ എന്താ പറയുക കീടബാധ കുറയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ സ്ഥലത്ത് അങ്ങനെ കണ്ട പോലെ തോന്നി. പക്ഷേ വിചാരിച്ച പോലെ തന്നെ ചെടികളൊക്കെ ഏകദേശം വാടി കരിഞ്ഞ പോലെ ആയി. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ ശേഷമാണ് പിന്നീട് ഈ തേങ്ങാവെള്ളം ഉപയോഗിച്ച് റൂട്ടിംഗ് ഹോർമോണായിട്ട് പ്രയോഗിക്കാമെന്നുള്ളതിനെ പറ്റി ഞാൻ വായിച്ചത്. അതിനെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താവുന്നുള്ളത് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുള്ള വഴിയിലല്ല, നല്ല വഴിയിലല്ല ചെയ്തത്. അതായത് ശരിക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മുക്കി വെച്ചിട്ട് പിറ്റേന്ന് നടുക. പിന്നെയുള്ളത് ഇതിപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെത്ര ഫലപ്രദമാവും, പിന്നെ ഫലപ്രദമാവുമെന്നും അറിയില്ല. കാരണം ഈ വിൻകാ റോസിനെ ഞാൻ ഇന്നേ വരെ അങ്ങനെ തണ്ട് മുറിച്ച് നട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒരു വെറും പരീക്ഷണം മാത്രമാണിത്. ഇനി ബാക്കിയുള്ള ചെടികൾ നടുമ്പോൾ അങ്ങനെ ശരിക്ക് രാത്രി മുഴുവൻ മുക്കി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കണം. തേങ്ങാവെള്ളം ഒരു പ്രകൃതിദത്ത റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കാം. ചെടികളുടെ കമ്പുകൾ മുറിച്ച് നടുമ്പോൾ വേഗത്തിൽ വേര് പിടിക്കാനും കരുത്തോടെ വളരാനും സഹായിക്കും. അതെന്തുകൊണ്ടാണെന്നല്ലേ, തേങ്ങാവെള്ളത്തിലുള്ള സൈറ്റോകൈനിൻസും ജിബെറലിക് ആസിഡുമാണ് ഈ കോശവിഭജനത്തിനും വേരുകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നത്. ചെടിയുടെ കമ്പ് മുറിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശുദ്ധമായ തേങ്ങാവെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതിന് ശേഷം എടുത്ത് മണ്ണിൽ നടാം. പിന്നെ കമ്പ് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം വേണമെങ്കിൽ തേങ്ങാവെള്ളം ചേർത്ത വെള്ളം, അതായത് നേരിട്ട് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്താൽ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ ഉറുമ്പോ അങ്ങനെയുള്ള ഫംഗസൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെ നേർപ്പിച്ച തേങ്ങാവെള്ളം വേണമെങ്കിൽ പിന്നീട് കുറച്ച് ദിവസം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, കടയിൽ നിന്ന് കിട്ടുന്ന പാക്ക് ചെയ്ത തേങ്ങാവെള്ളത്തിനെക്കാട്ടും നല്ലത് ഫ്രഷായിട്ടുള്ള തേങ്ങാവെള്ളമാണ്. മറ്റേലാകുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടയിൽ നിന്നുള്ള കാര്യത്തിലാകുമ്പോൾ. പിന്നെ ചിലപ്പോൾ പഞ്ചസാര എക്സ്ട്രാ ഉണ്ടായിക്കൂടായികയില്ല. പിന്നെ ഇളനീരല്ല നല്ലത്, നല്ല മൂത്ത തേങ്ങയുടെ വെള്ളമാണ് റൂട്ടിംഗ് ഹോർമോണായിട്ട് കൂടുതൽ ഫലപ്രദം. പിന്നെ മണ്ണിലൊഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അധികമായിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരും, അത് നന്നാവില്ല. തേങ്ങാവെള്ളത്തിൽ എന്താ പറയുക ഹോർമോണുകളെ പറ്റിയിട്ടും അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയുള്ള 1-2 പഠനങ്ങളെ പറ്റിയുള്ള ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്.